ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഈത്തപ്പഴവും അതുപോലെ ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 12 ഈത്തപ്പഴം അതിൻ്റെ കുരു കളഞ്ഞിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് മിക്സിയിൽ അടിക്കാനായിട്ട് ജാറിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അഡീഷണലായിട്ട് പഞ്ചസാരയൊന്നും തീരെ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല മധുരമാണ്. പിന്നെ ക്യാരറ്റ് ചെറിയ പീസാക്കി കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട്. ഒരു 1-2 വിസിലടിച്ചാൽ മതിയാവും. അങ്ങനെ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളം ശരിക്കും ഇതിൽ ക്യാരറ്റിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ചപ്പോൾ അതിലേക്ക് എക്സ്ട്രാ അഡീഷണലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് വെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ചിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ അതിൽ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ക്യാരറ്റ് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. അതിനാണ് ഞാൻ വീണ്ടും വേവിപ്പിച്ചത്. വെള്ളം അതിലേക്ക് പിടിച്ചു. ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാല് വാങ്ങിയിട്ട് കട്ടയാക്കണം, കട്ടപ്പാലാക്കണം. എന്നിട്ട് അത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ക്യാരറ്റും അതിൻ്റെ കൂടെ കട്ടപ്പാലും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ച് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴവും ക്യാരറ്റും ചേർത്തിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ തരത്തിൽ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കുന്നൊരു ജ്യൂസാണ്. ഈത്തപ്പഴവും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്തുണ്ടാക്കുന്ന ഈ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് രക്തം വയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.